PSC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കഥാപാത്രങ്ങൾ ചോദിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അല്ലെ. ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി. അപ്പൊ നമുക്കറിയാം ഇനി PSC പരീക്ഷകളുടെ ഒരു കാലാണ് അല്ലെ. അപ്പൊ PSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മാർക്ക് മലയാളത്തിൽ നിന്ന് വാങ്ങിത്തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം കല, സാഹിത്യം, സംസ്കാരം ഈ ഭാഗത്ത് നിന്ന് നമ്മളോട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കൃതികളും കഥാപാത്രങ്ങളും അല്ലെ. ഏത് കൃതിയാ മിസ്സേ പഠിക്കേണ്ടത്, ഏത് കഥാപാത്രങ്ങളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ടത്, ഇങ്ങനെ കുറെ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ PSC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കഥാപാത്രങ്ങൾ ചോദിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അല്ലെ. റിപ്പീറ്റേഷൻ കൂടുതലാ. അങ്ങനെ നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കഥാപാത്രങ്ങള്, കൃതികള്, എഴുത്തുകാര്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് സമയം ഒട്ടും കളയണ്ട അല്ലെ. നോക്കാം. ഇതിൽ ആദ്യം പറയുകയാണെങ്കിൽ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? സ്ഥിരം PSC ചോദിക്കുന്നതാണല്ലോ. ഏതാ കൃതി? രണ്ടാം ഊഴം. കാലം എത്ര മാറിയാലും ഇന്നും പ്രസക്തിയുള്ള, ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൃതിയാണ് രണ്ടാം ഊഴം. ഭീമന്റെ കണ്ണിലൂടെ മഹാഭാരത കഥകളെ മുഴുവനായിട്ടും വായിച്ചെടുക്കുന്ന ഒരു കഥയാ അല്ലെ. ഇനി അടുത്തത് നോക്കാം. കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി PK ബാലകൃഷ്ണൻ രചിച്ച നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി PK ബാലകൃഷ്ണൻ രചിച്ചതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. SCERT ടെക്സ്റ്റ് എന്ന് വന്നതാണ്. ഇനി അടുത്തത് നോക്കിക്കേ. സ്ഥിരം ചോദിക്കുന്ന സാധനം അല്ലെ, പപ്പുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാ? ഓടയിൽ നിന്ന്. ഇനി അതുപോലെ നോക്കിയേ, മലയാറ്റൂരിന്റെ വേരുകൾ എന്ന് പറയുന്ന കൃതിയിലെ കർത്താവാണ് രഘു, അമലു, രാമൻ കർത്ത എന്നൊക്കെ വരുന്നവര്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്തതോ തകഴിയെ കുറിച്ച് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കുട്ടനാടിന്റെ ഇതിഹാസകാരനാണ് തകഴി എന്ന് നമുക്കറിയാം അല്ലെ. തകഴിയുടെ ആത്മകഥകൾ ചോദിക്കാറുണ്ട്, നോവലുകൾ ചോദിക്കാറുണ്ട്, കഥാപാത്രങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ കുട്ടനാടിന്റെ ഇതിഹാസകാരനാണ്. 2 ആത്മകഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. എന്റെ വക്കീൽ ജീവിതവും ഉണ്ട്, അതുപോലെ ഓർമ്മയുടെ തീരങ്ങളിൽ. ഈ 2 ആത്മകഥകളും തകഴി എഴുതിയിട്ടുണ്ട്. തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് ചുടലമുത്തുവും മോഹനനും. ആലപ്പുഴ ജില്ലയിൽ താമസിക്കുന്ന ഈ തോട്ടികളുടെ കഥ പറയുന്ന ഒരു കൃതിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾക്ക് ഈ കൃതി എന്ത് ചെയ്തിട്ടുണ്ട്, അർഹമായിട്ടുണ്ട്. ഇതുകൂടി അവിടെ എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. ഇനി നമ്മൾ അടുത്ത ഒരു കൃതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്തരാധുനിക നോവലായിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസം അല്ലെ. രവിയും അപ്പുക്കിളിയും കഥാപാത്രമായിട്ട് വരുന്ന OV വിജയന്റെ കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. രവി ബസ് വന്നിറങ്ങി എന്ന് തുടങ്ങുന്ന അല്ലെ, അസ്തിത്വം തേടിപ്പോകുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നാടകമൊക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നോവൽ എന്ന് പറയുന്ന രീതിയിൽ ഉത്തരാധുനികതയിൽ തിളങ്ങി നിൽക്കുന്ന, പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു കൃതിയാണ്. ഇനി അടുത്തതോ PC കുട്ടിക്കൃഷ്ണൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാ? PC കുട്ടിക്കൃഷ്ണനാണ് അല്ലെ. ആ PC കുട്ടിക്കൃഷ്ണന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോവലാണ് ഉമ്മാച്ചുവിലെ കഥാപാത്രമാണ് ബീരാനും മായനും. സ്ഥിരം PSCയുടെ ചോദ്യ. ഇനി അടുത്ത നോക്കിക്കേ, MT വാസുദേവൻ നായർ രചിച്ചേക്കുന്ന മറ്റൊരു കൃതിയാണ് നാലുകെട്ട്. ഇതിലെ കഥാപാത്രമാണ് അപ്പുണ്ണി കോന്തുണ്ണി. MT വാസുദേവൻ നായരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. കേരള മോപ്പസാങ് ആണെങ്കിലോ അത് തകഴി. കേരള മോപ്പസാങ് തകഴിയാണ്. കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന്റെ നാലുകെട്ടിലെ കഥാപാത്രമാണ് അപ്പുണ്ണി കോന്തുണ്ണി. അതേപോലെ തന്നെ ചോദ്യം വരാറുണ്ട്, MT വാസുദേവൻ നായർ രചിച്ചിട്ടുള്ള ബോധധാര നോവൽ ഏത്? ഇത് പലപ്പോഴും PSCയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏത് എന്നാണ് ചോദ്യമെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവല് പോഞ്ഞിക്കര റാഫിയുടെ സ്വർഗദൂതനാണ്. എന്നാൽ മലയാളത്തിലെ MT രചിച്ചേക്കുന്ന ബോധധാര നോവലാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ അതെന്താണ്? മഞ്ഞാണ്.
ഇനി അതുപോലെ ബഷീർ അല്ലെ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന, പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ബഷീറിന്റെ ആത്മകഥയാണ് ഇത് ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്നത്. ആ ബഷീറിന്റെ ബാല്യകാല സഖി, അതും ഒരു ബോധധാര നോവലാട്ടോ. അതിലെ കഥാപാത്രമാണ് മജീദും സുഹറയും. ഈ ബോധധാര നോവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചുറ്റുമുള്ള പ്രശ്നങ്ങള്, കഥാപാത്രങ്ങള് ഇവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃതികൾ രചിക്കുന്ന രീതി. ഇനി അടുത്തത് KR മീര അല്ലെ, ആരാച്ചാറിലെയാണ് ചേതന. ഇനി അടുത്തത് ചന്തുമേനോൻ നമുക്കറിയാലോ, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായിട്ടുള്ള ഇന്ദുലേഖ ആരുടെയാണ്? ചന്തുമേനോന്റെ ആണ്. ചന്തുമേനോൻ രചിച്ചിട്ടുള്ള അപൂർണ നോവലാണ് ശാരദ എന്ന് പറയുന്നത്. കോടതി രംഗങ്ങളൊക്കെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന കൃതി ഏതാണ് എന്ന് ചോദിച്ചാല് അത് ശാരദയാണ്. അത് അപൂർണ നോവലാണ്. ആരുടെയാണ്? ചന്തുമേനോന്റെ. അതിലെ കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ. പിന്നെ ഈ ശാരദയെ പൂർത്തീകരിക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാധിച്ചിട്ടില്ല. PSCയുടെ ചോദ്യമാണ്. അവസാനം ഇത് പൂർത്തീകരിച്ചത് സി അന്തപ്പായി. പിന്നെ നമ്മൾ തകഴിയെ നേരത്തെ ഓൾറെഡി പറഞ്ഞു അല്ലെ, തകഴിയുടെ കയറിലെ കഥാപാത്രമാണ് ക്ലാസിപ്പർ എന്ന് പറയുന്നത്. അപ്പോ രവി അപ്പുക്കിളിയും ഖസാക്കിന്റെ ഇതിഹാസമാണ്. ബീരാനും മായനും ഉമ്മാച്ചുവിലേതാണ്. അപ്പുണ്ണി ഗോന്തുണ്ണി നാലുകെട്ടിലാണ്. മജീദും സുഹറയും വരുന്നത് ബാല്യകാല സഖിയിലാണ്. ചേതന വരുന്നത് ആരാച്ചാറിലാണ്. വൈത്തിപ്പട്ടർ വരുന്നത് ശാരദയിലാണ്. ക്ലാസിഫർ വരുന്നത് കയറിലാണ്. ഇത് നിങ്ങൾ മറക്കാതിരിക്കാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം അല്ലെ. അടുത്ത നോക്കിയ ശ്രീധരനും കുളൂസ് പറങ്കോടനും കഥാപാത്രമായിട്ട് വരുന്നത് മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരനായിട്ടുള്ള യാത്രയെ സാഹിത്യത്തോടും സാഹിത്യത്തെ യാത്രയോടും ചേർത്ത് നിർത്തിയിട്ടുള്ള ആരുടെ? SK പൊറ്റക്കാട്. എന്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ആത്മകഥ. അതുപോലെ മലയാളത്തിന്റെ ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നതും SK ആണ്. ഇദ്ദേഹത്തിന്റെ തൂലികാനാമം അറിയാവോ? അരുണൻ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹത്തിന്റെ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. അതിലെ കഥാപാത്രമാണ് ശ്രീധരൻ കുളൂസും പറങ്കോടനും. ഇനി അടുത്തത് നോക്കാം. CV രാമൻ പിള്ള. ആരാ? നമ്മുടെ വാഗ്ദേവതയുടെ വീരഭടൻ എന്നാണ് CV അറിയപ്പെടുന്നത് അല്ലെ. വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നതും കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നതും CV ആണ്. CV-യുടെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. ഈ മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ് സുഭദ്രയും ശങ്കുവാശാനും. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഇനി നമ്മള് തൊട്ടടുത്ത ആരിലേക്ക് പോവാ? തകഴിയെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടിടങ്ങഴിയിലെ കഥാപാത്രമാണ് ചിരുതയും ചാത്തനും. ഇനിയോ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനാണ്. M മുകുന്ദന്റെ സൈബർ നോവല് വളരെ ഫേമസ് അല്ലെ. സൈബറിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ നോവലാണ് നൃത്തം എന്ന് പറയുന്നത്. അപ്പൊ M മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് അൽഫോൺസ് അച്ഛനും മാഗിമദാമയും. ഇനി നമ്മുടെ സച്ചിദാനന്ദൻ. ഏത് സച്ചിദാനന്ദനാണ്? നമ്മുടെ വുമൺസ് പോലീസിന്റെ എക്സാമില് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര് എന്നൊരു ചോദ്യം വന്നു. K സച്ചിദാനന്ദൻ, P സച്ചിദാനന്ദൻ, C സച്ചിദാനന്ദൻ എന്നൊക്കെ പറഞ്ഞ്. എന്താ ശരിക്കും ഉത്തരം? ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P സച്ചിദാനന്ദനാണ്. അദ്ദേഹത്തിന്റെ നോവലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്. അതിലെ കഥാപാത്രമാണ് കുന്ദൻ. ഇനി അടുത്തത് കുമാരനാശാനിലേക്ക് പോകുമ്പോ ആശാനെ കുറിച്ച് നമുക്കറിയാം. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ള ആളാണ്. ഇത് കൂടാതെ സ്നേഹഗായകൻ എന്ന് നമ്മൾ പറയുന്നതും ആശാനാണ്. ആശാന്റെ കരുണയിലെ കഥാപാത്രമാണ് വാസവദത്ത. പിന്നെ MT വാസുദേവൻ നായരും NP മുഹമ്മദും കൂടി ചേർന്നെഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. അതിലെ കഥാപാത്രമാണ് കോയ. ഇതൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യമായിട്ടോ. അടുത്തതോ പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാ? KE മത്തായി പാറപ്പുറത്ത് കിടന്നു എന്നല്ലേ പറയാ. അപ്പൊ പാറപ്പുറത്ത് KE മത്തായി. അദ്ദേഹത്തിന്റെ അരനാഴിക നേരം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് കുഞ്ഞേനാച്ചൻ. പിന്നെയോ ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായര് ഖദീജ.
പിന്നെ കേരള സ്കോട്ടാണ്, വാഗ്ദേവതയുടെ വീരഭടനാണ്, അദ്ദേഹത്തിൻ്റെതാണ് രാമരാജ ബഹദൂർ, അതിലെ കഥാപാത്രമാണ് പെരിഞ്ചക്കോടൻ. ഇനി വീണ്ടും നോക്കിയേ, CV രാമൻ പിള്ള രചിച്ചിട്ടുള്ള സാമൂഹ്യ നോവലാണ് ഇത് പ്രേമാമൃതം. അതിലെ കഥാപാത്രം ആരാണ്? പ്രേമാമൃതത്തിൽ പങ്കിപ്പണിക്കർ. പിന്നെ OV വിജയന്റെ ഗുരുസാഗരമുണ്ട്, അതിലെ കഥാപാത്രം ശിവാനിയാണ്. MT വാസുദേവൻ നായരുടെ മഞ്ഞിലെ കഥാപാത്രമാണ് വിമല അമർ സിംഗും. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് പ്രതിപാദിക്കുന്ന നോവൽ ഏതെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതാരുടെയാണ്? MTയുടെ മഞ്ഞാണ്. ഓർത്ത് വെക്കാം. ഇനി അടുത്ത നോക്കിയ ബെന്യാമിന്റെ ആടുജീവിതം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ കൃതി സിനിമയാക്കിയിട്ടുണ്ട്. കൃതി വായിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അതിന്റെ സിനിമ കണ്ടിട്ടുണ്ട് അല്ലെ. അതിലെ കഥാപാത്രമാണ് നജീബ് മുഹമ്മദും ഇബ്രാഹിം ഖാദിരിയും. ഇനി സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനുരാമുഖം എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രം ജിതേന്ദ്രൻ. ബഷീറിന്റെ മതിലുകൾ നാരായണി ബഷീർ. OV വിജയന്റെ കടൽ തീരത്തിലെ കഥാപാത്രമാണ് വെള്ളായപ്പൻ. മുത്തുരാവുത്ത്, നീലിക്കുട്ടി സന്മാപ്പിള, ഇതൊക്കെ പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടുവരുന്നതാണ്. ഇനി MTയെ കുറിച്ച് നോക്കി. MTയുടെ ഇരുട്ടിന്റെ ആത്മാവിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ. ചങ്ങമ്പുഴ അല്ലെ, ചങ്ങമ്പുഴ അറിയാലോ. കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം. മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ്. കാൽപ്പനിക കവിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇടപ്പള്ളിയുടെ വിയോഗത്തെ തുടർന്ന് ചങ്ങമ്പുഴ രചിച്ച കൃതിയാണ് രമണൻ. അതിലെ കഥാപാത്രമാണ് ചന്ദ്രികയും മദനനും. ഇനി അടുത്തതോ SK പൊറ്റക്കാട്. മലയാളത്തിന്റെ സഞ്ചാര സാഹിത്യകാരനായ SKയുടെ ഒരു തെരുവിന്റെ കഥയിലെ കഥാപാത്രം അല്ലെങ്കിൽ ആ കൃതിയിലെ കഥാപാത്രമാണ് ഓമൻജി. തകഴിയുടെ ചെമ്മീനാണ് ചെമ്പൻ കുഞ്ഞ്, കറുത്തമ്മ, പളനി നമ്മൾ പറഞ്ഞു. സാറ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ആനിയും കൊക്കാഞ്ചിറ മറിയവും. ഇനി കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാ? VV അയ്യപ്പൻ. കോവിൽ ആരുണ്ട്? അയ്യപ്പനുണ്ട്. VV അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ ബോധധാര നോവലാണ് തോറ്റങ്ങൾ എന്ന് പറയുന്നത്. അതിലെ കഥാപാത്രമാണ് ഉണ്ണിമോൾ. ഇനി വീണ്ടും ബഷീറിന്റെ എൻ്റെ ഉപ്പൂപ്പക്കൊരാന ഉണ്ടാർന്നുള്ള കഥാപാത്രമാണ് കുഞ്ഞു പാത്തുമ്മയും നിസാർ അഹമ്മദും. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള വാക്യമുള്ളതും ഈ കൃതിയിലാണ് എന്ന് ഓർത്ത് വെക്കുക. ഇനി അതുപോലെ MTയുടെ കാലത്തിലെ കഥാപാത്രമാണ് സേതുമാധവൻ. M മുകുന്ദൻ്റെത് ദാസൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദാസൻ. ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിലാണെങ്കിൽ അബ്ദുൽ ഖാദർ പാത്തുമ്മ വരുന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തന്നെ മുച്ചീട്ടു കളിക്കാരന്റെ മകളിലെ കഥാപാത്രമാണ് മണ്ടൻ മൂത്താപ്പ. ഇനി അടുത്ത നോക്കിക്കേ, വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാരാ? MK മേനോനാണ് അല്ലെ. MK മേനോന്റെ അവകാശികൾ. ഈ നോവലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? മലയാളത്തിലെ ബൃഹത്തായിട്ടുള്ള നോവൽ, ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. അതിലെ കഥാപാത്രമാണ് വേലുണ്ണിക്കുറുപ്പും കൃഷ്ണനുണ്ണിയും. പിന്നെ MT വാസുദേവൻ നായരുടെ അസുരവിത്ത്, ഗോവിന്ദൻകുട്ടി കഥാപാത്രമായിട്ട് വരുന്നു. NS മാധവന്റെ ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ജസീക്ക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ആരുടെയാണ്? ചന്തുമേനോന്റെ ആണ്. അദ്ദേഹത്തിന്റെ ഇന്ദുലേഖയിലെ കഥാപാത്രമാണ് സൂര്യ നമ്പൂതിരിപ്പാട്, മാധവൻ പഞ്ചുമേനോൻ. UK കുമാരന്റെ വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ള കൃതിയാണ് തക്ഷൻ കുന്ന് സ്വരൂപം. അതിലെ കഥാപാത്രമാണ് രാമൻ കല്ലുവെട്ടിപ്പാച്ചർ. പിന്നെ വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് P വത്സലയാണ്. P വത്സലയുടെ നെല്ലിലെ കഥാപാത്രമാണ് മല്ലനും മാരയും. പിന്നെ കുമാരനാശാന്റെ ദുരവസ്ഥയിലെ കഥാപാത്രം സാവിത്രിയാണ്. തകഴിയുടെ അനുഭവങ്ങൾ പാളിച്ചകളിലെ കഥാപാത്രമാണ് ചെല്ലപ്പൻ എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കൃതികളാണ് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ നോക്കണം. അപ്പൊ കൂടുതലും ഉത്തരാധുനികത വരെയുള്ളത് ചോദിക്കാറുണ്ട്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇനിയും കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിന്റെ താഴെ കമന്റ് ഇടണം, നിങ്ങൾ ലൈക്ക് ഇടണം. ഇനിയും ക്ലാസ്സുകൾ വേണമെങ്കിൽ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക,
ഉറപ്പായിട്ടും കമന്റിൽ ഇട്ടാൽ നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ് CC. നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് പഠിച്ചു തുടങ്ങാം, റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്താം. അപ്പോൾ ഇവിടെയുള്ള കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക്